അനുമോളുടെ PR ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് റെന പുതിയ ഐഡിയയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലൈവിൽ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അക്ബറിനെ കുടുക്കി പെണ്ണുങ്ങൾ അവരുടെ ഇടയിലിട്ട് കുടുങ്ങി അക്ബറിനെ വലിച്ചു കീറി ഗ്രൂപ്പിസോ എല്ലാം അനുമോള് ചോദ്യം ചെയ്യുന്നുണ്ട്. വീട്ടിനകത്ത് കുറച്ച് ഫൺ ഫാക്ടറായിട്ടും അതുപോലെ ഗെയിം അനാലിസിസും അല്ലെങ്കിൽ പുറത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ഇപ്പോൾ ലൈവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ലൈവിൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. റെനയും അനുമോളും നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക പ്രായത്തിൻ്റെ അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്കിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. കാരണം പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഒനീലിൻ്റെ കേസ് പണ്ടത്തെ ഇവിടെ വീട്ടിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അനു അതിനകത്ത് ഈ പറഞ്ഞ പോലെ അന്ന് നീ എന്നോട് കിച്ചണിൽ ആവശ്യമില്ലാതെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്, അതൊക്കെ എന്താണെന്ന് നോക്കിയപ്പോൾ എല്ലാം റെന പറയണേ എല്ലാം കോണ്ടന്റ് ആണ്, നിങ്ങളും ചെയ്യാറില്ലേ കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ അന്ന് ചേച്ചി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നീ ജിസേലിൻ്റെ PA-ലായിട്ട് മസാജ് ചെയ്തുകൊണ്ട് നടന്നോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ PA-യും PR-ഉം ഒക്കെ ആരാ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ചേച്ചി ഈ PR എന്ന് പറഞ്ഞതില്ലേ അതെന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അത് കഴിവെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്നിങ്ങനെ റെന പറയണം. അപ്പം നല്ലൊരു ഹെൽത്തി ഡിസ്കഷനാണ്. അപ്പം അനു പറയണ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നീ എന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് എൻ്റെ കഴിവ്. ഓ അങ്ങനെയാണല്ലേ, ശരി. അല്ല ചേച്ചി പിന്നെ പറഞ്ഞല്ലോ വെറുതെ ആവശ്യമില്ലാതെ എന്നെ നെഗറ്റീവ് പറഞ്ഞ് നീ വെറുതെ പുറത്താവണ്ട, നെഗറ്റീവ് ആവണ്ടെന്ന്. അല്ലാതെ ആര് ചെയ്യും എന്നാ പറഞ്ഞേ? അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് PR ഉള്ള പോലെ തോന്നി. ആണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരോട് സംസാരിച്ച് ഒരുവിധം കൺവേ ആവുന്നു. ഇവർ നമ്മൾ സെറ്റ് ആവൂല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റൈസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഉമ്മ അടുത്ത് പോയി അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമോ, ചൊറിയുമോ, തിരിച്ച് അനുവിൻ്റെ അടുത്ത് വയ്ക്കുന്നോ, ചേച്ചി പോയി ഇങ്ങനെ ചൊറിയുമല്ലേ, ശരി. നല്ല ഹെൽത്തി ഡിസ്കഷനാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കുമാണ് സരിക, അക്ബർ, പിന്നെ അങ്ങോട്ട് ആദില നൂറ ഇവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അക്ബർ ഇരിക്കുമ്പോഴത്തേക്കും അനുമോള് പറയാണ്, ഇന്നെന്തായാലും അവിടെ നടന്ന ടാസ്ക് ഒക്കെ കൊള്ളാം. അപ്പം നിങ്ങൾ എന്താ അക്ബറൊക്കെ പോയിന്റ് എന്ന് പറയാത്ത? എനിക്ക് കിട്ടിയത് നെഗറ്റീവ് ടോപ്പിക്കല്ലേ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അതാണല്ലോ, ഇവിടെ ചെയ്യുന്ന വേലയല്ലേ അവിടെ ബാധിക്കാൻ പറഞ്ഞത്, അപ്പം നിങ്ങൾ എന്തുകൊണ്ടത് ബാധിച്ചില്ല എന്നിങ്ങനെ അനു ചോദിക്കുകയാണ്. അക്ബർ അപ്പം അക്ബർ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. നിങ്ങളിവിടെ ഗ്രൂപ്പുകളിൽ തന്നെ കളിക്കുന്ന അക്ബർക്ക ആരുടെ കൂടെ? ഈ പറയുന്ന അപ്പാനിയുടെ കൂടെ നിങ്ങൾ ഗ്രൂപ്പുകളിൽ വന്ന അന്ന് പോലെ നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ, ഇപ്പം ഇച്ചിരി മാറിയിട്ടുണ്ട്. അപ്പം അക്ബർ വന്ന അന്ന് പോലെ ഞാൻ അപ്പാനിയുമുണ്ടും ഇന്നും അപ്പാനി എടുത്തുമുണ്ട്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ അക്ബർ പറയുകയാണ്. അപ്പോൾ അയ്യോ നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ലേ, നിങ്ങൾ ഓരോന്നിരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുന്നത്. സരികേച്ചി കൂടുതൽ ചിരിക്കാന്ന് വേണ്ട, സരികേച്ചി ഇപ്പം ഇതിനകത്തുണ്ട് അനു പറയാണ്. പിന്നെ ഞാൻ നിങ്ങളടുത്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിസ്കഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും, അതെനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ സരികേച്ചി ഒരു കാര്യവും പറയാതെ ഇങ്ങനെ തട്ടിയും മുട്ടി അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ബിന്നി ശരിയാണ് അനു പറഞ്ഞത്, സരികേച്ചി അവരുടെ കൂടെ തട്ടിയും മുട്ടിയും നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കും. അക്ബറിനെ പറയാൻ പാകില്ല, അയ്യോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം സരിക അല്ല അവർ ഗ്രൂപ്പ് കളിച്ചു എന്ന് അനു പറയുന്നു. എന്താണ് അവർക്ക് കിട്ടിയൊരു നേട്ടം? ഗ്രൂപ്പ് കളിക്കുമ്പോൾ എന്തെങ്കിലും നേട്ടം കിട്ടണ്ടേ? എന്തവർക്ക് നേട്ടം കിട്ടി ഈ ഗ്രൂപ്പ് കളിയിലൂടെ? എന്താണ് ഇവർക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നീട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലെ പേര് വന്നതും ഈ കാര്യങ്ങളൊക്കെ മെയിൻലി ഈ പറയുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ PR പണിയും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഗെയിമിനെ കുറിച്ചിട്ടുള്ള അനാലിസിസും ഒക്കെയാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അനു പറയുന്നുണ്ട് ജിസയിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനത് പറയുന്നില്ല, എനിക്ക് മടുത്ത്, എനിക്ക് ഈ കാര്യം എനിക്ക് പറയാൻ വയ്യ, കാരണം നിങ്ങൾ ആരും എതിരെ നിൽക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാ എല്ലാവരുടെയും കണ്ടിൽ ഞാൻ നെഗറ്റീവ് ആവാൻ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബിഗ് ബോസ് വരുന്ന കൈ ഒഴിഞ്ഞ്. ഇപ്പോൾ ഇന്നലെ ആര്യൻ്റെ വായിൽ നിന്നറിയാതെ വീണുപോയി. ആര്യൻ എന്ത് ചെയ്തു? ആര്യൻ ഇപ്പോഴും ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, പക്ഷെ അത് ജിസയിൽ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ റെനെ എടുത്തിരുന്ന ഇന്നലെ ഐരെ വരയ്ക്കുന്ന സാധനം എടുത്തോണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അതും റെനയുടെ മുഖം പോകുന്നത് ഞാൻ കണ്ടു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ജിസേൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ടിഷ്യൂ എടുത്ത് തുളച്ചു, പക്ഷേ എനിക്കത് തിരക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും അക്ബർ നീ അവിടെ പിന്നാലെ രാത്രി പോകുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ, അപ്പം നിങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ് വരാതിരുന്നത്? എനിക്കുള്ള അതേ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? അപ്പം നിങ്ങളെല്ലാവരും വരണം. അപ്പോൾ ബിന്നി ഒരു കാര്യം ചെയ്യും, ഇനി നീ കാണുമ്പോൾ എല്ലാവരുടെ വിളിച്ചു കൂടി സംസാരിക്കും. അപ്പോൾ അനു പറഞ്ഞു ഇല്ല ഞാനൊന്നിനും ഇല്ല, എനിക്ക് മതിയായി, വെറുതെ എന്തിനാ ഞാൻ പറയെ പോയിട്ട്. അപ്പോൾ അക്ബർ അല്ല CID പണികളൊക്കെ തുടരണമെന്നല്ലേ ലാലേട്ടൻ പറഞ്ഞത്, അപ്പോൾ തുടരാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അയ്യോ എനിക്ക് വയ്യേ, ഞാൻ അവളുടെ പിന്നാലെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരെ ദംസറാഷം അതും ഇതൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഷാരികയെ കൺഫഷൻ റൂമിലോട്ട് വിളിച്ചിരിക്കുകയാണ് ഒരു ടാസ്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ടാസ്കിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.
അപ്പോൾ ടാസ്ക് പോയി എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ബൈ.